തെരഞ്ഞെടുപ്പ് കേസിൽ സിറ്റിംഗ് MLA കെ ബാബുവിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. മതിയായ തെളിവുകളോ രേഖകളോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനാവില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹൈക്കോടതി വിധിക്കെതിരെ M സ്വരാജ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. കെ ബാബുവിന് തൃപ്പൂണിത്തുറ MLA ആയി തുടരാം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന M സ്വരാജിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. M സ്വരാജ് ഹാജരാക്കിയ സാക്ഷിമൊഴികളും തെളിവുകളും തള്ളിയാണ് ഹൈക്കോടതിയുടെ തീരുമാനം. സാക്ഷിമൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്നാണ് ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണം. മതചിഹ്നം പതിച്ച സ്ലിപ്പ് ഉൾപ്പെടെയുള്ള പ്രചാരണ സാമഗ്രികൾ നൽകിയെന്നാണ് ഹർജിക്കാരൻ ഹാജരാക്കിയ പ്രധാന തെളിവ്. എന്നാൽ ഇത് സംശയാതീതമായി തെളിയിക്കാൻ M സ്വരാജിന് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനാവില്ല എന്നുമാണ് ഹൈക്കോടതിയുടെ വിധി. ഒരു റിലീജിയന്റെ പേരിൽ അല്ലെങ്കിൽ ഇലക്ഷൻ ഒരു അയ്യപ്പന്റെ ഫോട്ടോ വെച്ച ഈ സ്ലിപ്പ് വിതരണം ചെയ്ത് വോട്ട് പിടിച്ചു എന്നുള്ള ആരോപണമായിരുന്നു സ്വരാജ് ഉന്നയിച്ചിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള യാതൊരു തെളിവും സ്വരാജിന് കോടതിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. മതത്തെ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്ന M സ്വരാജിന്റെ വാദവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും വിജയവും നിയമവിരുദ്ധമാണെന്ന ആക്ഷേപവും ഹൈക്കോടതി തള്ളി. LDF കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവാണിതെന്നായിരുന്നു കെ ബാബുവിന്റെ വാദം. ഹർജി തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ M സ്വരാജ് സുപ്രീം കോടതിയെ സമീപിക്കും. അവധിക്കാലത്തിന് ശേഷമാകും ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നത്. റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.